ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആയിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് സോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് എമൗണ്ട് കണ്ടെത്തുക, എന്നിട്ട് അതുവഴി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് അതിൻ്റെ പ്രോബ്ലം തിയറിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിവേ നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ സോഴ്സ്, അതായത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് ഒരു കുറച്ച് നമുക്ക് എന്തുണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്തു തുടങ്ങാം. ഓക്കെ, എനിവേ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻറ്റ്. അതായത് ഡിവിസിബിൾ പ്രോഫിറ്റ്. അതായത് പ്രിഫറൻസ് ഷെയർസ് എങ്ങനെ നമ്മൾ റിഡീം ചെയ്യുന്നത്, പ്രോഫിറ്റിന്, അതായത് ഡിവിഡൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, ഡിവിസിബിൾ പ്രോഫിറ്റ്. അതിൽ നിന്ന് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, റിഡീം ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെന്നൊക്കെയാണ് എടുക്കേണ്ടതെന്ന്, അതായത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ വരൽ എങ്ങനെയായിരിക്കും, പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ഈ അക്കൗണ്ടിൽ ഇത്ര ക്യാഷ് ഉണ്ട്, ഈ അക്കൗണ്ടിൽ ഇത്ര ക്യാഷ് ഉണ്ട്, ഈ അക്കൗണ്ട്, അങ്ങനെ കുറേ അക്കൗണ്ട്സ് തരും. ആ അക്കൗണ്ട്സിലൊക്കെ ഇത്ര ക്യാഷ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഏതെന്നെല്ലാം അക്കൗണ്ട്സിൽ നിന്നാണ് നമ്മൾ ക്യാഷ് എടുക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ട്, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് എക്സാമ്പിൾസ് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ഇൻക്ലൂഡ് ജനറൽ റിസർവിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് നമുക്ക് റിഡീം ചെയ്യാൻ വേണ്ടി എടുക്കാം. അതുപോലെ തന്നെ റിസർവ് ഫണ്ട്, ഈ ജനറൽ റിസർവ് ഒക്കെ എടുത്തു കഴിഞ്ഞ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ റിസർവ് ഫണ്ടിൽ നിന്നൊക്കെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആദ്യം തന്നെ റിസർവ് ഫണ്ടിൽ ഉണ്ട് വിചാരിച്ചെടുക്കരുത്. ഓക്കെ, ഡിവിഡൻറ്റ്, ക്യാപിറ്റലൈസേഷൻ, ക്യാരിലൈസേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫ്ലക്ച്വേഷൻ റിസർവ്, ഇൻഷുറൻസ് ഫണ്ട്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, വർക്ക്മാൻ ആക്സിഡൻറ്റ് ഫണ്ട്, ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്, റിസർവ് ഫോർ കണ്ടിജൻസീസ്, എനി അതർ റവന്യൂ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് എക്സെട്ര. അതായത് ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഒന്നും മെയിനായിട്ട് വരില്ല. ഇതിൽ മെയിനായിട്ട് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ജനറൽ റിസർവ് തരും, ഈ ഒരു ഫസ്റ്റത്തെ ജനറൽ റിസർവ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടല്ലോ, ഇത് രണ്ടും തരും. പിന്നെ മേ ബി റിസർവ് ഫണ്ട്. പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ അങ്ങനെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് വരുമോയെന്നറിയില്ല. എനിവേ നിങ്ങൾ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. എന്നാലും ജനറൽ റിസർവ് നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും എടുത്തിട്ട് ഇനിയും എമൗണ്ട് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെന്ന് എടുക്കാൻ പാടുള്ളൂ, റിസർവ് ഫണ്ടിൽ നിന്നൊക്കെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ആദ്യം തന്നെ ക്യാപിറ്റൽ റിസർവ് അതുപോലെ തന്നെ റിസർവ് ഫണ്ടിൽ നിന്നൊന്നും ആദ്യം എമൗണ്ട് എടുക്കരുത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിൽ എല്ലാം തോന്നുന്നു ക്യാപിറ്റൽ റിസർവും അതുപോലെ തന്നെയാണ്. ആദ്യം തന്നെ ചാടിക്കയറി ക്യാപിറ്റൽ റിസർവ് എന്ന് എടുക്കരുത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ് എന്നൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനിയും എമൗണ്ട് ഉണ്ട് വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് എടുക്കുക, ഈ ക്യാപിറ്റൽ റിസർവെന്നും റിസർവ് ഫണ്ടെന്നൊക്കെ എടുക്കേണ്ടത്. ഓക്കെ, അതാണ് നമുക്ക് ഇത്ര ഇതിൽ പറയാനുള്ളൂ. പിന്നെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ റിഡീം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് 1,00,000 രൂപയാണ് എനിക്ക് റിഡീം ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ 1,00,000 രൂപ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം. എൻ്റെ പ്രോഫിറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ജനറൽ റിസർവിലൊക്കെ കൂടെ 1,00,000 രൂപയുണ്ട്. അപ്പോൾ ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഞാൻ സെയിം എമൗണ്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. CRR അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ, ഈ CRR അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. 2 മാർക്കിൻ്റെ ഓൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട, എക്സാം അടുപ്പിച്ച്. ഇപ്പം തന്നെ ഇനിയൊന്നും ആവശ്യമില്ല, ഇപ്പം നമുക്ക് ഇങ്ങനെ പ്രോബ്ലം നോക്കാൻ നല്ലത്. ഓക്കെ, CRR അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റിൽ നിന്നാണ് ക്യാഷ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് നിങ്ങൾ മറക്കാതെ ചെയ്യണം. എല്ലാവരും ആദ്യം അത് ചെയ്യണം, എന്നിട്ട് മാത്രമേ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത് ഞാൻ ജേണൽ എൻട്രി പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ ഔട്ട് ഓഫ് പ്രോഫിറ്റ് നിന്ന് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട കേസൊന്നും വരുന്നില്ല. പാറിൽ ഇഷ്യൂ ചെയ്യുക, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക,
പിന്നെ ഇഷ്യൂ ചെയ്തിരുന്നല്ലോ, കഴിഞ്ഞില്ല. അതൊന്നും ഇവിടെ വേണ്ട. കാരണം ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി എവിടുന്ന എടുക്കുന്നത്, പ്രോഫിറ്റ് എന്നാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ജേണൽ എൻട്രി വരും. പിന്നെ ബാക്കി രണ്ടെണ്ണം ഒക്കെ അതുപോലെ തന്നെ. ഇത് പാറിലാണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ, പിന്നെ അങ്ങനെ എന്തോ ഒരു ജേണൽ എൻട്രി ഉണ്ടല്ലോ, അത് രണ്ടെണ്ണം വരും. ഓക്കെ. ഇനി പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിലോ, പ്രീമിയത്തിലാണെങ്കിലും അതേപോലെ തന്നെയാണ്. പക്ഷേ എന്തിവിടെ ഡിഫറൻസ് ഉണ്ട്, ആദ്യം നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എന്നിട്ട് വേണം ഈ പറഞ്ഞ 3 ജേണൽ എൻട്രി, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ ഒരു ജേണൽ എൻട്രി, പിന്നെ അത് ഡ്യൂ ആവുന്നതിൻ്റെ ഒന്ന്, പിന്നെ പേ ചെയ്യുന്നതൊന്ന്. ഓക്കെ. ജേണൽ എൻട്രി നമുക്ക് നോക്കാം. ഓക്കെ. ഇനി നമ്മൾ CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതായത് 1,00,000 രൂപയാണ് ഞാൻ എന്തിന് റിഡംഷന് വേണ്ടി പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നത്. അങ്ങനെ ഞാൻ 1,00,000 രൂപ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ CRR അക്കൗണ്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാണ്, 1,00,000 രൂപ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. CRR ഈസ് ക്രിയേറ്റഡ് ഫോർ, എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ മെയിൻ്റനൻസ്. ബൈ ക്രിയേറ്റിംഗ് CRR ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊട്ടക്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് കോമ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് കോമ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ. സേഫ് ഗാർഡ് ഓഫ് ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിൻ്റെ സേഫിന് വേണ്ടിയിട്ടും. ഓക്കെ. ഇഫ് CRR ഈസ് നോട്ട് created, the directors may distribute the entire amount of profit by way of dividend. അതാണ്, അതായത് നമ്മൾ ഈ ഒരു CRR എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, ടോട്ടൽ എൻറ്റയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വേ ഓഫ് ഡിവിഡൻഡ്, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ടോട്ടൽ എമൗണ്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ ഡയറക്ടേഴ്സിനും കൊടുക്കും. ഓക്കെ. അതാണ് പറയുന്നത്. ഇനി യൂട്ടിലൈസേഷൻ ഓഫ് CRR അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. CRR കനോട്ട് ബി യൂട്ടിലൈസ് എനി അതർ പർപ്പസ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഓൾറെഡി അവിടെ നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫുള്ളി പെയ്ഡ് അപ്പ് ആൾ അവർക്ക് ഇഷ്യൂ ചെയ്യാൻ മാത്രമാണ് CRR അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ പർപ്പസിനൊന്നും CRR അക്കൗണ്ട് എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതാണ് യൂട്ടിലൈസേഷൻ ഓഫ് CRR. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ അതിൽ പെടും. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി വെച്ചാൽ ജേണൽ എൻട്രീസ് കംപ്ലീറ്റ് പഠിക്കുക, എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്തതെന്നും പഠിക്കുക. ഓക്കെ. എന്നാൽ തന്നെ നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് എന്തായാലും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന തല തിരിയും. അപ്പോൾ അന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ചില സാർമാരുടെ PDF ഒക്കെ ഉണ്ടായിരിക്കും, എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കത് ചെയ്യാം. അല്ലാണ്ട് തലേ ദിവസം ഇരുന്ന് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നാൽ കോമഡി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. റിഡംഷൻ ഓഫ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോഫിറ്റിൽ നിന്ന് ക്യാഷ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇഷ്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇഷ്യൂ വരുന്നത് എങ്ങനെയാണ്, അവിടെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഇത്ര രൂപയ്ക്കാണ് ഇത്ര പ്രീമിയം വരുന്നുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ മാത്രമേ അത് എഴുതേണ്ടുള്ളൂ. ഇവിടെ ഇവിടെ അങ്ങനത്തെ ഒരു കേസും ഇല്ല. അതൊന്നും എഴുതി വെക്കരുത് കേട്ടോ. വെൻ ഷെയർസ് ആർ റിഡീംഡ് അറ്റ് പാർ, അതായത് നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത് പാറിലാണ് എന്ത് ചെയ്യുന്നത്, പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ പാറിലാണ് റിഡീം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, CRR അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, CRRൻ്റെ ഫുൾ ഫോമാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്, എങ്ങനെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഒന്നുകിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ ജനറൽ റിസർവ് എന്നോ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയൊക്കെ എടുത്തിട്ട് നമ്മുടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈക്വൽ വാല്യൂ ആയിരിക്കണം. അതായത് 1,00,000 രൂപയാണ് അതിൻ്റെ നോമിനൽ വാല്യൂ, പ്രീമിയത്തിലാണെങ്കിലല്ല, അതെ പ്രീമിയത്തിലാണെങ്കിലും ഇപ്പം 1,00,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, റിഡീം ചെയ്യാനുള്ളത് വിചാരിക്കുക. 1,00,000 രൂപയുടെ പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ അതിൻ്റെ പ്രീമിയം ഉൾപ്പെടെ വരുമ്പോൾ 1,50,000 രൂപ കൂടെ വരും. എന്നാലും 1,00,000 രൂപയെ മാത്രമേ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് CRR അക്കൗണ്ടിലേക്ക് നോമിനൽ വാല്യൂ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അതായത് 1,00,000 രൂപ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഈ പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യരുത്, ട്രാൻസ്ഫർ ചെയ്യരുത്. ഓക്കെ. അതൊക്കെ പോയിൻ്റാണ് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക തന്നെ ചെയ്യുക, ചെറിയ ചെറിയ പോയിൻറ്റ്സ്. ഓക്കെ.
അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നോമിനൽ വാല്യൂ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാണ്ട് 1.5 ലക്ഷം രൂപയാണ് പ്രീമിയം ഉൾപ്പെടെ വരുന്നത്. അതുകൊണ്ട് 1.5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യരുത്. നോമിനൽ വാല്യൂ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. പാറിലാണ് എന്ത് ചെയ്യുന്നത്, റിഡംഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പാറിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, ബാക്കി 2 ജേണൽ എൻട്രീസ് ചെയ്യുക. ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതെന്താണ്, എമൗണ്ട് ഡ്യൂ ആവുന്നതാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കേസ് ഉണ്ടല്ലോ, അതും ഇതുമൊക്കെ സെയിം തന്നെയാണ്. പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ അവർക്ക് പേ ചെയ്യുകയാണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇതാണ് എന്ത് ചെയ്യും പറയുന്നത്, ഷെയർസ് റിഡീം ചെയ്യുന്നത് പാറിലാണ് ചെയ്യുന്നത്. അത് എവിടുന്ന് ക്യാഷ് എടുത്തിട്ടാണ് ചെയ്യുന്നത്, ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ജേർണൽ എൻട്രി വരിക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ജനറൽ റിസർവ് നമ്മൾ ക്യാഷ് എടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അതിനുശേഷം CRR അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ സാധാരണ 2 ജനറൽ എൻട്രീസ് പാറിലാണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു, റിഡീം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഞാൻ നെറേഷൻ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ, നെറേഷൻ നിങ്ങളുടെ ഒരു ഇതിന് എഴുതുക, IDക്ക് എഴുതുക. ഓക്കെ, അതെന്താവും, എമൗണ്ട് ഡ്യൂ ആവും. പിന്നെ ഓൺ പേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇതാണ് റിഡംഷൻ ഓഫ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് വെൻ ഷെയർസ് ആർ റിഡീംഡ് അറ്റ് പാർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെൻ ഷെയർസ് ആർ റിഡീംഡ് അറ്റ് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരികയെന്ന്. ഓക്കെ, പ്രീമിയത്തിലാണ് റിഡീം ചെയ്യാന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തിൻ്റെ ജേർണൽ എൻട്രീസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചതൊക്കെ തന്നെയാണ്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എമൗണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടെന്നോ അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ടെന്നോ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നോമിനൽ വാല്യൂ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫേസ് വാല്യൂ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ട് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യരുത്. അതായത് 1.5 ലക്ഷം രൂപയാണ് പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ട്. ഫേസ് വാല്യൂ ആണെങ്കിൽ 1 ലക്ഷം രൂപയുള്ളൂ. അപ്പോൾ ഈ 1.5 ലക്ഷം രൂപയും CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. 1 ലക്ഷം രൂപ മാത്രമേ CRR അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്കൊരു പ്രോബ്ലം പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഷെയർസ് റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, എനിവേ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രീമിയത്തിലുള്ള എമൗണ്ട് കണ്ടെത്തണം. എമൗണ്ട് എങ്ങനെ കണ്ടെത്തുന്നൊക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിനുള്ള എമൗണ്ട് അവിടെ തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവിനും തന്നിട്ടുണ്ടായിരിക്കും. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഓർ ക്യാപിറ്റൽ റിസർവ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ റിസർവിന്ന് എല്ലാം കഴിഞ്ഞിട്ട് എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ പ്രീമിയത്തിന് ക്യാഷ് കൊടുക്കണം ക്യാപിറ്റൽ റിസർവിന്ന്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ റിസർവിന്ന് ആദ്യം തന്നെ ക്യാഷ് എടുക്കരുതെന്ന്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടെന്നോ ജനറൽ റിസർവെന്നോ CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാഷ് എടുക്കാം. ഓക്കെ, എന്നിട്ട് അതൊന്നും പോരാന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ക്യാപിറ്റൽ റിസർവിന് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്യാഷ് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്തു, ആദ്യം CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ജനറൽ റിസർവ് എന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എടുത്തെടുത്ത് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു പ്രീമിയത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത്. പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക, സെക്യൂരിറ്റീസ് പ്രീമിയം ഓർ ക്യാപിറ്റൽ റിസർവ് ടു ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയത്തിനുള്ള എമൗണ്ട് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണമെന്ന് ഞാൻ ഇഷ്യൂയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ സെയിം ജേർണൽ എൻട്രി ആണ് കേട്ടോ. ഈ ഒരൊറ്റ ജേർണൽ എൻട്രിക്ക് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അതായത് നമ്മൾ അവിടെ ഇഷ്യൂ ചെയ്യും, ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇഷ്യൂ ചെയ്യുന്നില്ല. ഇവിടെ ഈ ഒരു ജേർണൽ എൻട്രിയാണ് വരുന്നത്. മറ്റേലാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ് വരിക. ഓക്കെ,
പിന്നെ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു ബാങ്ക്. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതൊക്കെ ഇത്രയും നമ്മളിതുവരെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എടുത്തൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ ചെക്കൗട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ല ഇനി അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, അവിടെ ഉണ്ടായിരിക്കും. അതും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.